നമ്മുടെ കമ്പനിക്കാരുമായിട്ടൊരു വെള്ളമടി പരിപാടി ഉണ്ടായിരുന്നു. ഒരു മാട്ട സാധനമാണ് എടുത്തത്. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറും തലവേദനയും. ഇതാണ് മോളിവുഡ് ടൈംസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായകിന്റെ മോളിവുഡ് ടൈംസ്, നസ്ലിൻ നായകനായ മോളിവുഡ് ടൈംസ്. ഒരു സിനിമ സംവിധാനം ചെയ്യണം, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, സ്ട്രഗിൾ എടുക്കുന്ന വിനീത് മാധവൻ എന്ന ക്യാരക്ടറാണ് നസ്ലിൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ എത്രയൊക്കെ ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ സമയവും ജീവിതവും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഞാൻ നേർവഴിയിൽ മാത്രമേ സക്സസ് നേടൂ, എൻ്റെ പാഷൻ നേടൂ എന്ന് നമ്മൾ നേർവഴി, നേർമാർഗം, നേരായ രീതിയിലേ പോകുള്ളൂ പിടിവാശിയോടെ മുന്നോട്ട് പോയാലും നമുക്ക് സക്സസ് കിട്ടണമെങ്കിൽ ചിലപ്പോഴൊക്കെ ലക്ക് ഫാക്ടർ കൂടെ വേണം, കുറച്ച് ഭാഗ്യം കൂടെ വേണം. ഈ സക്സസ് നേടിയാലോ അതൊന്ന് എൻജോയ് ചെയ്യാനും നമുക്ക് കുറച്ച് ലക്ക് വേണം, കുറച്ച് ലക്ക് ഫാക്ടർ വേണം, കുറച്ച് ഭാഗ്യം വേണം. അതാണ് വിനീത് മാധവൻ നസ്ലിൻ ചെയ്ത മോളിവുഡ് ടൈംസ്. അപ്പം നമുക്കൊക്കെ കുറച്ച് ഹാങ് ഓവറും തലവേദനയൊക്കെ ഉണ്ടാവും. മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഇവിടെയാണെങ്കിൽ മോളിവുഡ് ടൈംസ് ദാ ഇവിടെയാണ്. കാരണം മുകുന്ദനുണ്ണി ഏത് കുറുക്ക് വഴിയും, ഏത് കുതുകാൽ വെട്ടും, ഏത് കുബുദ്ധി, കുരുട്ട് ബുദ്ധിയൊക്കെ ആയിട്ട് സക്സസിൽ എത്തുമ്പോൾ നേർവഴി, നേർമാർഗം, നേരെ ചൊവ്വേ സക്സസിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന സക്സസിന്റെ ആ ഒരു എൻജോയ് പോലും ചെയ്യാൻ പറ്റാത്ത സ്ട്രഗിളിന്റെ കഥയാണ് മോളിവുഡ് ടൈംസ്.